2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ശേഷമാണ് യുഎഇയിലെത്തുക. യുഎഇ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തുന്ന നരേന്ദ്രമോദി 65,000-ഓളം പേർ പങ്കെടുക്കുന്ന അഹ്റൻ മോദി മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം തുടർന്ന് ഖത്തറിലേക്കാണ് പുറപ്പെടുക. അബുദാബിയിലെ സായ് സ്പോർട്സ് സിറ്റിയിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിലെത്താൻ ഇനി അല്പസമയം മാത്രമാണ് ശേഷിക്കുന്നത്. തീർച്ചയായും അതുവരെയുള്ള സാംസ്കാരിക പരിപാടികൾ അത് തന്നെയാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒന്ന്. അതിന് നേതൃത്വം നൽകുന്നത് മലയാളിയായിട്ടുള്ള ശില്പാജിയാണ്. ശില്പ നായർ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ തയ്യാറെടുപ്പുകൾ? എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഘട്ടത്തിൽ? നിങ്ങൾക്ക് നല്ലോണം അറിയാം ദാറ്റ് ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് നമുക്ക്. ബിക്കോസ് പ്രധാനമന്ത്രി ഇവിടെ ഒരു 7ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എന്നാലും 2015 കഴിഞ്ഞിട്ട് ഒരു വലിയ പ്രോഗ്രാമിന് പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇന്നാണ്. സോ ഇന്ന് ഞങ്ങൾ എല്ലാവരും വളരെ തിരക്കിലുമാണ്, അതേമാതിരി വളരെ എക്സൈറ്റ്മെൻറ്റുമാണ് ഇവിടെ നടക്കുന്നത്. വി ഹാവ് പ്രോഗ്രാംസ്. നമുക്ക് കേരളം മുതൽ നമുക്ക് അങ്ങോട്ട് കശ്മീർ വരെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതേമാതിരി ഇന്ത്യ ആൻഡ് UAE ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതേമാതിരി മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കുറേ സർപ്രൈസസ് ഉണ്ട്. സോ ആ സർപ്രൈസസ് നിങ്ങൾ ഇവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഈവനിങ്, ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ ഈവനിങ്. എല്ലാവരും വന്ന് ഇത് വിറ്റ്നസ് ചെയ്യണം ഇന്ന്. യെസ്, അതാണ് പ്രധാനമന്ത്രി 7ാം തവണ UAEയിൽ എത്തുന്നു. അദ്ദേഹത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ്, അതോടൊപ്പം തന്നെ ഇവർ ഒരുക്കിയിട്ടുള്ള ആവേശകരമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ കുറേ സർപ്രൈസസ് ഉണ്ട്. അതുകൂടി നമുക്ക് കാണാം, കാത്തിരിക്കാം. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.